ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു നോർമൽ മാനായിട്ട് തന്റെ സന്തത സഹചാരിയായിരുന്ന ഒരു പട്ടി, ഇതിനെ സ്നേഹിച്ചും കെയർ ചെയ്ത് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള നായകൻ. അവന്റെ ഭാര്യ മരിക്കുന്നതിന് മുന്നേ അവന് കൂട്ടായിട്ട് കൊടുത്തിട്ട് പോയതായിരുന്നു ആ പട്ടീനെ. ഒരു ദിവസം നായകന്റെ കാർ കണ്ടിട്ട് ഇഷ്ടമായ വില്ലന്മാരിൽ ഒരാള് ജോണിന്റെ വീട്ടിൽ കയറിയിട്ട് അവൻ അത്രയും സ്നേഹിച്ച ആ പട്ടീനെ കൊല്ലുന്നു. ഒരു നോർമൽ പ്രേക്ഷകന് ആ വില്ലനോട് നല്ല ദേഷ്യം വരാനും നായകനോട് ഒരു വിഷമം തോന്നാനും അയ്യോ പാവം എന്ന് പറയാനും ഇത്രയും ഭാഗത്തിലൂടെ സാധിക്കും. അതായത് ഇത്രയും സീൻ മതി ഒരു നായകനെയും വില്ലനെയും പ്രേക്ഷകർക്ക് കണക്ട് ആക്കാനായിട്ട്. ഇതിനുശേഷം അവിടെ ആ നായകൻ എങ്ങനെ റിവഞ്ച് എടുത്താലും പ്രേക്ഷകർക്ക് കണക്ട് ആകും. അതിനിടയിൽ നായകൻ ഒരു ടെറിഫൈങ് പാസ്റ്റ് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാലോ മച്ചാൻ, അത് പോരളിയാ. ഇതിലുപരി ഒരു എക്സ്ട്രാ ഡോസ് ആയിട്ട് ഒരു വേൾഡ് ബിൽഡിംഗ് കൂടി ഉണ്ടെങ്കിലോ ആഹാ അന്തസ്. അതാണ് ജോൺ വിക്ക്. അയാളൊരു സൂപ്പർ ഹീറോ ആണ്, പക്ഷെ അമാനുഷികനല്ല. ഓരോ ഇടിയിലും അവന് പറ്റിയ പരിക്കുകളുടെ വേദന പ്രേക്ഷകനും ഫീൽ ചെയ്യും. പക്ഷെ വെച്ച കാല് പിന്നോട്ടില്ല, അത് മുന്നോട്ട് തന്നെ. എത്ര തവണ വീണാലും അയാൾ അതിനു വേണ്ടിയിട്ട് പൊരുതും. ജോൺ വിക്ക് 4 ആ സ്റ്റെയർ കേസ് ഫൈറ്റ് ഹോളിവുഡിലെ ഏറ്റവും മികച്ച ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഈ സിനിമ ഗ്രേറ്റ് ആയതെന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 4 പാർട്ടുകളിലായിട്ട് ഇറങ്ങിയ ഒരു ഹോളിവുഡ് ആക്ഷൻ മൂവി ആയിരുന്നു ജോൺ വിക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചതും ഏറ്റവും ഫാൻ ബേസ് ഉള്ള ക്യാരക്ടറിൽ ഒന്നാണ് കിയാനു റീവ്സ് അവതരിപ്പിച്ച ജോൺ വിക്ക്. അങ്ങേരെ അഭിനയിച്ച സിനിമകളിൽ മാട്രിക്സ് മാത്രമാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതും ഒരു കിടിലൻ മൂവിയാണ്. റാംബോ, ജെയിംസ് ബോണ്ട്, ഷെർലോക്ക് ഹോംസ് പോലെ ഒരു ഐക്കോണിക് ക്യാരക്ടറാണ് മിസ്റ്റർ വിക്ക്. അതിൽ വേൾഡ് ബിൽഡിങ്ങും ആ ക്യാരക്ടേഴ്സും അതിൽ ആന്റഗോണിസ്റ്റ് ക്യാരക്ടേഴ്സും ഇതിൽ പറഞ്ഞ മിക്ക ഡയലോഗ്സും ഒക്കെ വൈറലാണ്. ഐ എം തിങ്കിങ് ഐ എം ബാക്ക്, ടെൽ ദം ഓൾ, whoever comes, whoever it is, I will kill them. I will kill them all. എന്നാൽ ഇതിലൊക്കെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഡയലോഗ് ഉണ്ട്. അത് പക്ഷെ മിസ്റ്റർ വിക്ക് പറഞ്ഞല്ല, വില്ലൻ പറഞ്ഞാണ്. Who is that faking nobody? That faking nobody is Mr. John Wick. By the way, faking എന്നല്ല കേട്ടോ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് യൂട്യൂബിൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടും. ആ ഡയലോഗിന് ശേഷം ആ സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർന്നു. ഒരു ചുറ്റികയായിട്ട് തന്റെ വീടിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെല്ലുന്ന അതുവരെ ഒരു പാവമായിരുന്ന മിസ്റ്റർ വിക്ക് ജോൺ വിക്ക് ആയിട്ട് മാറുന്ന ഒരു സീൻ, അതായിരുന്നു ആ സിനിമയുടെ പീക്ക് ട്രാൻസിഷൻ. He was the one who killed the faking boogeyman. At once, I saw him killing 3 men in a bar with a pencil, with a faking pencil. ഈ ഡയലോഗിലൂടെ ജോണിന്റെ ഗ്രാഫ് പീക്കിലെത്തി. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് കിയാനു റീവ്സിന്റെ ജോൺ വിക്ക് ആയിട്ടുള്ള അഴിഞ്ഞാട്ടമായിരുന്നു. ലോകോത്തര ആക്ഷൻ. ഒരു പട്ടിയെ കൊന്നതിന് വില്ലന് കൊടുക്കേണ്ടി വന്ന വില വലുതായിരുന്നു. ഇതുപോലെ ആക്ഷനുള്ള ഒരു സിനിമ നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ സമീപകാലത്തൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് കില്ലും മാർക്കോയും KGF എല്ലാം വന്നത്. ചൈനീസ്, ഇന്തോനേഷ്യൻ, ജപ്പാൻ, കൊറിയൻ, ഹോളിവുഡ് ഇൻഡസ്ട്രികളിൽ അവർ സ്ലോ മോഷനിൽ പ്രാധാന്യം കൊടുക്കാറില്ല. ആക്ഷൻ ചെയ്യുമ്പോൾ കൊറിയോഗ്രാഫിക്കും ക്യാമറ മൂവ്മെന്റ്സിനും എഡിറ്റിങ്ങിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുക. ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമാണ് എഡ്ജാതി സ്ലോ മോഷൻസ് ഒക്കെ ഉള്ളത്. ഒരു പഞ്ചായിട്ടുള്ള ഒരു ഇടിയോ ഒരു ചവിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സ്ലോ മോഷനാണ്. കാര്യം നമ്മളത് ആസ്വദിക്കാറുണ്ടെങ്കിലും ആക്ച്വലി ഇന്ത്യൻ സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി ഒട്ടും കൺവിൻസിംഗ് അല്ല. ഇപ്പൊ ഇന്ത്യൻ സിനിമയിലെ നായകനെതിരെ നിൽക്കുന്നത് കരാട്ടയും കുംഫൊക്കെ അറിയാവുന്ന വില്ലനാണെങ്കിലും നാടൻ തല്ലുവെച്ച് നായകനെ ജയിക്കും. പക്ഷെ റിയൽ ലൈഫിൽ അത് നടക്കില്ല. അത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഫൈറ്റ് സീക്വൻസ് അവർ കണ്ട അതൊക്കെ കോമഡി പീസ് ആണ്. അതിന് കാരണം ഈ സ്ലോ മോഷൻസ് ഒക്കെയാണ്. ആക്ച്വലി എനിക്ക് സ്ലോ മോഷൻസ് ഒക്കെ ഫൈറ്റിനിടയിൽ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ കുഞ്ഞാളോട്ട് കണ്ടുവന്ന സിനിമയിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന ആക്ഷൻ മൂവീസിൽ ഈ ടൈപ്പ് ആക്ഷൻ സീക്വൻസ് ഒക്കെ മാറി തുടങ്ങി. അതായത് ഇടിക്കുമ്പോൾ ആള് തെറിച്ചു പോകുന്ന സ്ലോ മോഷൻസ് ഒക്കെ ഇപ്പൊ കുറവാണ്. അത്യാവശ്യം റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെയാണ് വന്നു തുടങ്ങിയേക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൽ ആക്ഷൻസ് ഒക്കെ അത്യാവശ്യം റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ആണ്. അതായത് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ള ആക്ഷൻ സീക്വൻസ് ആണ്. അതൊക്കെ ഒരു മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ മാർക്കോയിലെ സ്റ്റേഗേഴ്സ് ഫൈറ്റ്, കില്ലിലെ ഫൈറ്റ്സ്, അതൊക്കെ അതിനൊരു ഉദാഹരണമാണ്. ഇനി എന്തുകൊണ്ടാണ് ജോൺ വിക്കിന് ഇത്ര പ്രശസ്തി എന്ന് നോക്കാം. ജോൺ വിക്ക് പോലെ തന്നെയുള്ള സിനിമകളാണ് നോബഡി, സിസു, ദ മാൻ ഫ്രം നൗവെയർ എന്നിവയൊക്കെ. പക്ഷെ ഈ സിനിമകളിൽ അവരൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് ജോൺ വിക്ക് ആ സിനിമയുടെ ഒരു വേൾഡിൽ നടക്കുന്ന കഥയാണ്. അതായത് ഈ ഫ്രാഞ്ചൈസികളിൽ നിങ്ങൾക്ക് പോലീസിനെ എപ്പോഴും കാണാൻ പറ്റില്ല. നോർമൽ മനുഷ്യർക്ക് പരിക്ക് പറ്റുന്നതോ അവരെ അറ്റാക്ക് ചെയ്യുന്നതോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വിക്കായിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെല്ലാം വിക്കിനെ പോലുള്ളവരാണ്. ഈ സിനിമയിൽ അവർക്ക് ചില റൂൾസ് ഉണ്ട്. എല്ലാവരുടെയും തലപ്പത്തിരിക്കുന്ന ആളല്ല ജോൺ വിക്ക്. ജോൺ വിക്ക് വേറൊരു അസാസിനാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും പേടിയാണ്. കാരണം ഫോക്കസ്ഡ് ആയ കമ്മിറ്റ്മെന്റ് ഉള്ള ഏത് ഗൺസൊക്കെ വഴങ്ങുന്ന ഒരാളാണ് വിക്ക്. ഹൈ ടേബിൾ എന്ന് പറയുന്ന പല ഇന്റർനാഷണൽ കാർട്ടലിലെ മെമ്പേഴ്സ് ഇറങ്ങുന്ന ഒരു ഹൈയാർക്കിയാണ് ഈ ഹൈ ടേബിൾ. അവരുടെ താഴെയാണ് ഈ സിനിമയിൽ വരുന്ന ഓരോ ക്യാരക്ടറും. ഈ ഹൈ ടേബിൾ വരെ പേടിക്കുന്ന ഒരു അസാസിനാണ് ജോൺ.
അപ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറിന്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടെയാണ് ഈ അസാസിൻസ് ഒക്കെ താമസിക്കുന്നത്. അവിടെ ഷൂട്ട് ഔട്ട്, ഫൈറ്റ്, ബിസിനസ് ഡീൽസ് ഒന്നും പാടില്ല. അത് ഈ ഹൈ ടേബിളിന്റെ റൂൾസ് ആണ്. ഹൈ ടേബിൾ മെമ്പേഴ്സിന് മാത്രമായിട്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഗോൾഡ് കോയിൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ എല്ലാവരും ഹൈ ടേബിളിനെ റെസ്പെക്ട് ചെയ്ത് അവരുടെ റൂൾസ് പാലിച്ചാണ് അവിടുത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ പറഞ്ഞ ഹൈ ടേബിളിന് താഴെ വരുന്ന ആളുകൾ. ഇങ്ങനെ ഒരു വലിയ വേൾഡാണ് സിനിമയിലെ. അവിടേക്കാണ് ജോൺ വിക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നത്. അത് തന്റെ പട്ടീനെ കൊന്നതിനും തന്റെ കാർ എടുത്തുകൊണ്ട് പോയതിനും. ഇതിൽ ജോണിന് കിടിലൻ ക്യാരക്ടറൈസേഷൻ ഉണ്ട്. സാധാരണ ആക്ഷൻ മൂവീസിൽ അങ്ങനെ ഒരു മെയിൻ ക്യാരക്ടറിന് അങ്ങനെ കിടിലൻ ക്യാരക്ടറൈസേഷൻ ഒന്നും കൊടുക്കാറില്ല. ഫൈറ്റിന്റെ പരിപാടികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ്. ഭയങ്കര ധൈര്യമുള്ളവനാണ്, ഏത് കണ്ണും കിടിലനായിട്ട് യൂസ് ചെയ്യുന്നവനാണ്, നന്നായിട്ട് മാർഷ്യൽ ആർട്സ് ചെയ്യുന്നവനാണ്, എടുത്തുചാടി തീരുമാനം എടുക്കുന്നവനാണ്, പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ളവനാണ്, ഫ്രണ്ട്ഷിപ്പിനെയും റിലേഷൻസിനൊക്കെ പ്രത്യേകം വില കൊടുക്കുന്നവനാണ്, ഒരു കാര്യത്തിനെയും കൂസാക്കാത്തവനാണ്. അത് മാത്രമല്ല അധികം സംസാരിക്കാത്ത ഒരാളാണ്. അപ്പൊ ഇങ്ങനെ വിസിബിൾ ആക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ജോണിന്റെ കുറെ ക്യാരക്ടറൈസേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ ജോണിന്റെ ഫ്ലാഷ് ബാക്കിൽ മറ്റു പല സിനാരിയോസും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ പക്ക ഡീറ്റെയിലിംഗ് വഴിയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോണിന്റെ മേത്തടിച്ചേക്കുന്ന ടാറ്റൂസിനൊക്കെ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ജോൺ വിക്ക് മൂവീസ് ആണ് ജോൺ വിക്ക് 1ഉം ജോൺ വിക്ക് 4ഉം. ഞാൻ 4 മാത്രമാണ് തിയേറ്ററിൽ പോയി കണ്ടത്. ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ ഫോണിലൊക്കെയാണ് കണ്ടത്. പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ജോൺ വിക്ക് 4ന്. ജോൺ വിക്കിന് ഇതിലും കിടലിനായിട്ട് ഒരു ഡെത്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇനി 5ാം ഭാഗം വരുമെന്ന് പറയുന്നുണ്ട്. അതിലിനി എന്താവുമെന്ന് അറിയില്ല. നിങ്ങളുടെ ഫേവറേറ്റ് ജോൺ വിക്ക് മൂവി ഏതാണെന്നൊന്ന് കമന്റിൽ പറയണേ. സോ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഫാൻസ്, അല്ലെങ്കിൽ ഈ സിനിമയിൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത് ഇതിൽ അഭിനയിച്ച ആക്ടർ കിയാനു റീവ്സ്. ഇതിലും മികച്ച ഒരാളെ ഇനി ആ ക്യാരക്ടറിലേക്ക് വേണ്ടി കിട്ടാനില്ല. മാത്രമല്ല ഇനി ഒരാളെ ജോൺ വിക്ക് ആയിട്ട് എനിക്ക് സങ്കല്പിക്കാനും പറ്റില്ല. അതായത് ഇപ്പൊ എക്സ്മാൻ ആയിട്ട് അല്ലെങ്കിൽ വോൾവറിൻ ആയിട്ട് ഹ്യൂ ജാക്മാൻ അല്ലാതെ വേറൊരാളെ ഇനി സങ്കല്പിക്കാനാവില്ല. മിഷൻ ഇമ്പോസിബിൾ ടോമണനെ അല്ലാതെ ആരെയും സങ്കല്പിക്കാനാവില്ല. ജാക്ക് സ്പാരോ, അയൺ മാൻ, ഈ ക്യാരക്ടേഴ്സിലൊക്കെ ഇനി വേറൊരാളെ എനിക്ക് സങ്കല്പിക്കാനേ ആവില്ല. ഇതുപോലെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാം പറയാൻ നിന്ന് ഈ വീഡിയോ വരാതെ വരും. നോർമലി ഹോളിവുഡിൽ ഫ്രാഞ്ചൈസി മൂവീസുകളിൽ 1-2 സിനിമകൾ കഴിഞ്ഞാൽ നായക ക്യാരക്ടർ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ജെയിംസ് ബോണ്ട്, ഇതെല്ലാം കുറച്ച് ഉദാഹരണങ്ങളാണ്. അവിടെയാണ് കിയാനു റീവ്സ് വ്യത്യസ്തനാകുന്നത്. അങ്ങേരെ ആക്ഷൻ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ട് ആക്ഷൻ ചെയ്യാൻ ഒരുപാട് പേര് കാണുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇങ്ങേരെ അല്ലാതെ മറ്റൊരു ജോൺ വിക്കിനെ എനിക്ക് സങ്കല്പിക്കാനാവില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിന് പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാണെന്നൊന്ന് കമന്റ് ചെയ്യണേ. ഇനി മറ്റൊരു റീസൺ, അതാണ് വേൾഡ് ബിൽഡിംഗ്. നോർമലി ആദ്യ സിനിമയിൽ തന്നെ ഫുള്ള് വേൾഡ് എസ്റ്റാബ്ലിഷ് പോകുന്ന കഥയല്ല ജോൺ വിക്കിന്റെ. ഇപ്പോൾ KGF കൽക്കി എന്ന സിനിമയിൽ ആദ്യ പാർട്ടി തന്നെ ആ വേൾഡ് മുഴുവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ പിന്നീട് വരുന്ന പാർട്ടുകളിൽ ആ വേൾഡിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കും തീം. പക്ഷെ ജോൺ വിക്കിൽ ഓരോ പാർട്ടുകളിലൂടെ ആയിട്ടാണ് വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടുകൾ കാണുമ്പോൾ ആ വേൾഡിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. സോ ഓരോ പാർട്ടിലും നമുക്ക് പുതിയ ഇൻഫർമേഷൻസ് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട് കഴിയുന്തോറും ഈ സിനിമ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തീരുന്നു. തുടക്കത്തിൽ ഒരു പാവമായ ക്യാരക്ടർ പണ്ട് വലിയ സീനാളായിരുന്നു എന്ന് കാണിക്കുന്ന ആദ്യത്തെ സിനിമയല്ലത്. ഹിസ്റ്ററി ഓഫ് വയലൻസ്, ഭാഷ, വിശ്വരൂപം, ഇന്നിപ്പോ ലിയോ വരെയുള്ള സിനിമകളിൽ നാം കണ്ടിട്ടുള്ള യൂഷ്വൽ സ്റ്റോറി ലൈൻ ആണെങ്കിലും ഇപ്പൊ കണ്ടാലും മതി വരാത്ത, നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കിടുവായി തീരുന്ന പ്ലോട്ടാണ്. ഈ പ്ലോട്ട് തന്നെയാണ് ജോൺ വിക്കിന്റെ തുടക്കത്തിൽ. പക്ഷെ അതിലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ ക്യാരക്ടറിനെ ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതിൽ വിജയിച്ചതിനാലാണ് ജോൺ വിക്ക് സ്പെഷ്യൽ ആയി തീരുന്നത്. ഇന്ത്യൻ സിനിമയിലെ നായകന്മാരെ പോലെ എത്ര അടി കൊണ്ടാലും വേദനിക്കാത്ത ആളല്ല ജോൺ. അയാളുടെ വേദനയും ടയേർഡ്നെസ്സും എല്ലാം ഓരോ ഫൈറ്റ് സീക്വൻസ് കഴിയുന്നതോറും ഫൈറ്റിനിടയിലൊക്കെ പ്രകടമാണ്. ഈ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയും എഡിറ്റിംഗും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ ടെക്നിക്കൽ സൈഡിലെ മറ്റു പോസിറ്റീവ്സ് ആണ്. ഇതിലെ ഫൈറ്റ്സ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അത്ര ഫാസ്റ്റ് ആയിട്ടാണ് കണ്ടിരുന്നത്. മാത്രമല്ല അത് കിടുവാക്കി ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ള നടൻ കൂടെ ആയതിനാൽ ഈ സീൻസ് ഒക്കെ ഒന്നുകൂടി ഗംഭീരമായിട്ട് തരുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഹോളിവുഡിൽ ഇതിന് വെല്ലുന്ന ഒരു ആക്ഷൻ മൂവി ഫ്രാഞ്ചൈസി ഇല്ല. കാര്യം റാംബോ ഒക്കെ ഉണ്ടെങ്കിലും എന്തോ ജോൺ വിക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിലെ മികച്ച ആക്ഷൻ മൂവീസ് കമന്റ് ചെയ്യുക. ജോൺ വിക്ക് സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാം. അപ്പൊ എല്ലാവർക്കും എന്റെ ഈദ് ആശംസകൾ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.